നമ്മളിപ്പം ലാലേട്ടന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പഴയ കഥാപാത്രങ്ങളെ പറ്റി വീണ്ടും പറയുക, ചർച്ച ചെയ്യുക എന്നൊക്കെ പറയുന്ന മിക്കവാറും ഒക്കെ എല്ലാവരും വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം എനിക്കെന്തോ അങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയുന്നതിൽ എനിക്ക് ഞാൻ അതിൽ തെറ്റും ശരിയൊന്നുമല്ല, ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ഞങ്ങൾ കൂടുതലും വേറെ പല കാര്യങ്ങളും ഓഫ് ഫിലിം ലാലേട്ടന്റെ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്ത ചില ബിഹേവിയേഴ്സും ആൾക്കാരുമായിട്ടുള്ള പെരുമാറ്റങ്ങളും, അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പം ചില സീനിന്റെ മുമ്പിലൊക്കെ വെറുതെ കണ്ണടച്ചിരിക്കും. അപ്പൊ ഞാൻ അടുത്ത സീൻ ആകുമ്പോൾ കണ്ണടയ്ക്കാതെ ഇപ്പൊ എന്താ കണ്ണടയ്ക്കാത്തത്, കണ്ണടയ്ക്കുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള ഒന്നിനെ പറ്റി ഞാൻ കണ്ണടച്ചോ എന്ന് ചോദിക്കും. അല്ല എന്തിനാണ് ഇപ്പൊ കണ്ണടച്ചിരുന്നത്, അതെ ഞാൻ കണ്ണടച്ചോ എന്ന് ചോദിക്കും. അതൊരു ഒരു ഒരു സ്പിരിച്വൽ സ്പേസ് ആണ് അത് നമുക്ക്. അത് ഞാൻ പലപ്പോഴും പല രീതിയിലും പല സിറ്റുവേഷനിലും ഞാനൊരു ഉത്തരം എൻ്റെ തലയിൽ കൊണ്ടുവരാൻ, ഇപ്പൊ ലാലേട്ടൻ ഇപ്പൊ അത് ചെയ്ത എന്തിനാണ്, അല്ലെ ഇങ്ങനെ മൂവ് ചെയ്ത എന്തിനാണ്, അല്ലെ ഇങ്ങനെ സംസാരിച്ച എന്തിനാന്നൊക്കെ, അത് നമുക്ക് ഉത്തരം കിട്ടാത്തൊരു, എനിക്ക് തോന്നുന്നില്ല ലാലേട്ടന് പോലും അത്ര കാര്യം. എന്തോ ഒരു സ്പിരിച്വൽ സ്പേസിലാണ് പലതും മുമ്പോട്ട് പോവുക, ബിഹേവ് ചെയ്യുക. അത് എന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻഫാക്ട് തുടരുന്നതിന് ശേഷവും എനിക്ക് അതിന്റെ റിഫ്ലക്ഷൻസ് പല സമയത്തും എന്റെ ബിഹേവിയറിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തുടരുവിന് മുൻപും പിൻപും ഉള്ള പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് ഈ പറഞ്ഞ. അതെ 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 ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, ഒരു പബ്ലിക് അവസ്ഥ, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നേരത്തെ ഇപ്പം അവരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരെ പറ്റി ചോദിക്കുക, അമ്മ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുക എന്നൊക്കെ പറയുന്ന വളരെ വലിയ. ഞാൻ ഒരിക്കലും ഒരാളുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല, ലാലേട്ടനെ ഓർത്ത് വെക്കും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയും കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ആ ഒരു ചേഞ്ച് എന്നിലുണ്ട്. അത് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിച്വൽ ആണ്, പിന്നെ വേറെ എന്തൊക്കെയൊക്കെ ആയിരിക്കാം. വലിയ തോതിൽ സ്വാധീനിക്കപ്പെടുന്നു, നമുക്ക് നമ്മളിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നു. അത് അതിലൊരു കാര്യം, ഇപ്പോൾ അദ്ദേഹമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ്, ആക്ഷൻ സീൻസ്, ഇപ്പോൾ നന്നായി സിനിമയെ വാച്ച് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ആക്ഷൻ സീൻസിനുള്ള ഒരു പ്രത്യേക താളമുണ്ട്. അതിന്റെ ആ താളത്തിന്റെ തൊട്ടിപ്പുറത്ത് നിൽക്കേണ്ടി വന്ന ഒരു ഡെബ്യൂ ആക്ടറാണെന്നൊരു അവസ്ഥയുണ്ട്. ആ ഒരു കടന്നുപോയ സമയം, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, അത് സക്സസ് ആയി നിന്ന് ആളുകളും എടുത്തു. അതൊന്ന് എനിക്ക് സത്യത്തെ അതിനെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞാല് ഞാൻ ലാലേട്ടൻ്റെ അടുത്തും പറഞ്ഞു, തരുണിന്റെ അടുത്തും പറഞ്ഞു, എന്നെ വെച്ച് കോമ്പിനേഷൻ ആദ്യം തുടങ്ങരുത്. ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ചൊരു കോമ്പിനേഷൻ തുടങ്ങുന്നത്. എന്റെ കുറച്ചൊക്കെ ആയിട്ട് ഞാനൊന്ന് യൂസ്ഡ് ആയി. പക്ഷെ ആദ്യത്തെ സീൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സത്യത്തിൽ ആ ഫിയർ ഒക്കെ എനിക്ക് തോന്നുന്നത് ഞങ്ങള് തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് ഒക്കെ കഴിഞ്ഞൊരു സീൻ തുടങ്ങുന്ന സമയത്ത് ആ ഫിയർ ഒക്കെ എന്നിൽ കാര്യം അത്രമാത്രം കംഫർട്ടബിൾ ആക്കും. അത് പലവരും പറഞ്ഞിട്ടുണ്ട്. ഞാനതൊക്കെ ആദ്യമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്നത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സീനങ്ങൾ എടുക്കും. സീൻ കഴിയുമ്പം ആയിരിക്കും ഞാൻ ആ സമയത്ത് വേറൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, പറയുന്നു, ബെൻസ് റിയാക്ട് ചെയ്യുന്നു, കാര്യങ്ങൾ. അത് കഴിയുമ്പോഴായിരിക്കും എനിക്ക് ആ സമയത്തൊന്നും ഓർമ്മയില്ല. കാര്യം അത്രയ്ക്ക് ഒരു കംഫർട്ടബിൾ സ്പേസിൽ ഇരിക്കുന്നതുകൊണ്ട് അവിടെ എനിക്കൊരു പ്രഷറോ എനിക്കൊരു സ്ട്രെസ്സോ ഒന്നും ഒരിക്കലും. ഈ സീനിന് മുമ്പുള്ള ഒരു മൊമെന്റ് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് സൗഹൃദത്തിന് നല്ലൊരു സ്പേസിൽ നിന്നാണ് ഈ ഫ്രെയിമിലേക്ക് പോകുന്നത്, അല്ലേ? അതുണ്ടാക്കുന്നത്. ഞാൻ ചോദിച്ചത് ഈ ആക്ഷൻ സീക്വൻസിന്റെ കാര്യം. നമ്മൾ എപ്പോഴും പറയും മോഹൻലാലിന്റെ നാടൻ തല്ല് അതിന്റെ ഒരു അസാമാന്യമായ ഭംഗിയിൽ ചെയ്യുന്ന ഫൈറ്റ് സീൻസ് ചെയ്യുന്ന ഒരാളാണ്. എത്രയോ വർഷങ്ങളുടെ ഒരു പഴക്കമുള്ളയാളാണ്, തഴക്കം വന്നയാളാണ്. ഈ സിനിമയിലൊക്കെ അത് ആ പഴയ മോഹൻലാലിന്റെ സീൻസും ഫൈറ്റ്സും കിട്ടിയെന്നൊക്കെ പിന്നീട് ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ആ വിൻഡോയിലൂടെ ജമ്പ് ചെയ്ത് പുറത്ത്. അപ്പൊ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഒന്നിച്ച ആ കോമ്പിനേഷൻ സീൻസ് വരുമ്പോ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ കണ്ടിട്ടുള്ള ഒരു മോഹൻലാലിനെ നേരിടേണ്ടി വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന ആ സിനിമ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു ക്യാമറയുടെ മുമ്പിൽ ഞങ്ങൾ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. 6-7 ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് രാത്രി ഷൂട്ട് ചെയ്ത ഫൈറ്റ് ഉണ്ട്. ആ സമയത്തൊന്നും ഈ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ കറങ്ങി അടിക്കുക അല്ലെങ്കിൽ നമുക്ക് ആ സമയത്തൊക്കെ എനിക്കൊരു പ്രശ്നം കാര്യം ഭയങ്കര ഇമ്പാക്ട് ആയിരിക്കും ആക്ഷനിൽ. പക്ഷെ അതൊക്കെ വളരെ ഈ പറയുന്ന ടൈമിങ് അത് നമ്മളെ
ഒട്ടും തന്നെ നമ്മളെ ഒരു ഫിസിക്കലി ഹേർട്ട് ചെയ്യാത്ത തരത്തിലുള്ളൊരു മൂവ്മെന്റ് ആണ്. ഞാൻ പല സമയത്തും ഇന്റർവ്യൂവിൽ പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വേറെ ചില ആക്ടേഴ്സ് ഒക്കെ ചില സമയത്ത് അടിയൊക്കെ ആ എക്സൈറ്റ്മെന്റിൽ അടി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നല്ല അടിയൊക്കെ കിട്ടും. ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫിസിക്കലായിട്ട് ഒരു രീതിയിലും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കിയിട്ടില്ല. അത് മാത്രമല്ല തിരിച്ച് എന്റെ അടുത്ത് തിരിച്ചും പരിചയമില്ലല്ലോ, അത്ര പരിചയമില്ല. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ അത്രമാത്രം കെയർഫുൾ ആകാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല പിന്നെ എങ്ങാനും കൊണ്ടിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഒരിക്കലും പറയൂല എനിക്ക് വേദനിച്ചു എന്നൊന്നും പറയൂല. കാര്യം അങ്ങനെ പറയുന്ന ഒരാളുമല്ല. പക്ഷെ ഇപ്പം അത് മാത്രമല്ല, ഇപ്പം അങ്ങനെ ആക്ഷൻ അല്ലാതെ ഞാനിപ്പം മുമ്പിൽ എടുത്തു ചാടുന്ന സമയത്തല്ല എന്റെ പുറകിൽ ഞാൻ ഇത് ചെയ്യാന്ന് പറയുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്റെ ചെവിയിൽ പറഞ്ഞു തരും, ഞാൻ ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്യുള്ളൂ, നേരെ കൂടെ അതിന് പോയി. അപ്പൊ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് ഞാൻ പോയി ഒരു സ്ഥലത്ത് വീണ് ഹേർട്ട് ചെയ്തതെന്ന് ഇതും കൂടെ തലയിൽ വെച്ചിട്ടുണ്ട് ഇടയിൽ. ആ സമയത്തൊക്കെയാണ് നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് തോന്നുന്ന ഒരവസ്ഥ. ഞാനൊക്കെ ചെറുപ്പകാലം തൊട്ട് ഞാൻ മനസ്സിലാലോചിച്ചോ എന്തൊരു ലക്കിയാണെന്നാണ്. തീർച്ചയായിട്ടും ചെറുപ്പകാലം തൊട്ട് വളരെ ദൂരെ നിന്ന് നോക്കി ഞാൻ നേരത്തെ ചില ആക്ടേഴ്സിന്റെ നുവാൻസ് എടുക്കാന്നൊക്കെ പറയില്ലേ, നമ്മളെ ഏറ്റവും കൂടുതൽ ആ സമയം തൊട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്ത എത്രയോ സിനിമകളുണ്ട്. പല സിനിമയുടെ റെഫറൻസ് പറഞ്ഞാൽ അതൊക്കെ എന്റെ ആസ് എ ഫിൽം മേക്കർ എന്നെ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. ഞാൻ പല ആക്ടേഴ്സിനെയും ബ്രീഫ് ചെയ്യുന്ന സമയത്ത് എന്റെ ഇൻസ്പിറേഷനിൽ വന്നതൊക്കെ ഈ പറയുന്ന ലൗഡായിട്ടുള്ള മൊമെന്റുകളില്ല, ലാലേട്ടൻ ചെയ്തിരിക്കുന്ന ചെറിയ കാര്യങ്ങളുണ്ട്, അറിഞ്ഞോ അറിയാതെ ചെയ്തതാവാം ചെറിയ കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഉത്സവപ്പിറ്റ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഭരത് ഗോപി സംവിധാനം ചെയ്ത അതിന്റെ അകത്ത് ദേവൻ ആക്ടർ ദേവൻ ചേട്ടൻ ആക്ച്വലി ചെയ്യുന്ന ഒരു റൈറ്റർ ആ വീട്ടിൽ വന്ന് പുസ്തകം സെറ്റ് ചെയ്യുമ്പോൾ അനിയൻ എന്നാണ് ലാലേട്ടന്റെ ക്യാരക്ടർ. അപ്പൊ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ദേവൻ ചേട്ടൻ തിരിഞ്ഞിങ്ങനെ പുസ്തകം അടുക്കി വെക്കുമ്പോൾ അതിന്റെ പുറകിലാണ് ലാലേട്ടൻ നിൽക്കുന്നത്. അപ്പൊ ചെറിയൊരു തിൻ ലൈൻ ക്യാരക്ടർ, അത് ചെറിയ ഓഫ് ആണോ എന്നാ ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ മേലെ തിൻ ലൈനാ. അപ്പൊ ഈ അടുക്കി വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദേവന്റെ ക്യാരക്ടർ പറയുന്ന ഒരു ലൈനുണ്ട്, അനിയൻ കല്യാണം കഴിച്ചോ എന്നോ. അപ്പൊ ഈ കല്യാണം എന്ന് കേൾക്കുമ്പോ ഒരു നാണമുണ്ട്. ഏത് കല്യാണം, അങ്ങനത്തെ ക്യാരക്ടർ അത്. കുഞ്ഞുമാണ് എന്നാ ഇന്നസെൻസ് വിട്ടു പോയിട്ടില്ല, പക്ഷെ എത്തിയിട്ടില്ല. ആ നാണമുണ്ട്. അത് ഈ ക്യാരക്ടർ, ഈ ദേവന്റെ ക്യാരക്ടർ ലാലേട്ടനെ ഫേസ് ചെയ്യുന്നില്ല, അനിയനെ ഫേസ് ചെയ്യുന്നില്ല, അങ്ങോട്ടാണ്. അപ്പൊ ആ സമയത്ത് കല്യാണം എന്ന് കേൾക്കുമ്പോ ഈ കൈയൊക്കെ എന്തൊക്കെയോ വളരെ സട്ടിലായിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ആയിട്ടില്ലെന്നോ എന്തോ പറയുന്നുണ്ട്. അത് ആ സീൻ എടുത്ത് സൂക്ഷിച്ചു നോക്കിയാൽ പുള്ളിയുടെ കൈയുടെ മൂവ്മെന്റും കണ്ണിന്റെ മൂവ്മെന്റും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ വളരെ മൊമെന്ററി ആയിട്ട് വന്നതായിരിക്കും അതൊക്കെ, എനിക്കറിയില്ല. കാര്യം എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോ ആയിരക്കണക്കിന് മൊമെന്റുകൾ നമ്മൾ വളർന്നു വരുമ്പം, എസ്പെഷ്യലി ഞാൻ ആസ് എ ഫിൽം മേക്കർ ഫൗണ്ടേഷനായിട്ട് കിടക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഇത് ഞാൻ പല ആക്ടേഴ്സിന്റെ അടുത്തും, ഞാൻ ആ റെഫറൻസ് ഒന്നും പറയാറില്ല, പല ആക്ടേഴ്സിന്റെ അടുത്തും ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ ഉള്ളൊരു ഞാൻ വന്ന ബാക്ക്ഗ്രൗണ്ടും ഞാൻ കടന്നുപോയ അവസ്ഥകളും നമ്മളെല്ലാരെയും പോലെ എല്ലാരെയും പോലെ ഞാനും ഹ്യൂജ് ഫാനാണ്. അപ്പൊ എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ആ സമയത്ത് ചെയ്യുന്ന ചില കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ മഹാഭാഗ്യമാണ്. അത്ഭുതത്തോടു കൂടിയായിരുന്നു ഞാൻ തീർച്ചയായിട്ടും. ഈ സിനിമയിൽ ജോർജ് സാറിന്റെ ക്യാരക്ടറിലും ഈ കൈയുടെ ഉപയോഗം, ആ മാനറിസംസ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പ്രകാശിക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ കൈയുടെ ഉപയോഗമൊക്കെ വളരെ രസകരമായ ആളുകൾ ശ്രദ്ധിക്കുന്ന വിധത്തിലേക്ക് ആ പോലീസ് ഓഫീസറുടെ ചില മാനറിസംസിൽ ഈ കൈയുടെ പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ നോർമലി ഇൻഫാക്ട് എന്റെ ജീവിതത്തിൽ ഞാൻ കൈ എടുത്ത് സംസാരിക്കുന്ന ഒരാളാണ്. അതൊക്കെ നാച്ചുറലി എന്റെ ചില ക്യാരക്ടർ അതിൽ വന്നതാണ്. പിന്നെ ഈ പറയുന്ന ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഇൻസേർട്സും ചില ലാസ്റ്റ് മിനിറ്റ് ഇംപ്രവൈസേഷനൊക്കെ അതിന്റെ പുറകിൽ ഒരു ബ്രില്യൻ്റ് ആയിട്ടൊരു ഫിൽം മേക്കർ ഉണ്ട്, തരുൺ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത പ്രോസസ്സും അങ്ങനെ ഒരു ഫിൽം മേക്കർ ആ കൂട്ടത്തിലോ ഞാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വന്നുകൊണ്ടാണ്. കാര്യം ലാസ്റ്റ് മിനിറ്റ് ഒക്കെ വന്നിട്ട് ചേട്ടാ ഇതും കൂടെ ഒന്ന് പറയാമോ, അങ്ങനെയാണ് ഇത് ചെയ്യാമോ എന്നൊക്കെ പറയുന്ന അവസ്ഥകളുണ്ട്. അപ്പൊ ഞാൻ ഇംപ്രവൈസേഷൻസിന്റെ ഒരു നല്ല അതെ അസാധ്യമാണ്.